KPCCയുടെ പുതിയ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് MM ഹസൻ ചാർജ് എടുത്തിരിക്കുകയാണ്. കുറച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഈ പദവി. നമ്മുടെ രമേശ് ചെന്നിത്തലയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരുന്നത് അദ്ദേഹം ഒരു സംഖ്യയാണ് എന്നുള്ള സ്വാഭാവിക ഒരു ആരോപണത്തിനെ തുടർന്നാണെന്നാണ് കേൾക്കുന്നത്. ഹസൻ അങ്ങനെയല്ലല്ലോ. ഒരു പഴയ അങ്ങനത്തെ ഒരു പശ്ചാത്തലം ചെന്നിത്തലയുടെ പിതാവിനുണ്ടായിരുന്നതായിട്ട് പൊതുവെ കഥ ഇങ്ങനെ പറയാറുണ്ട്. ആ കഥ പറയുന്നത് മുമ്പ് S. രാമേന്ദ്രൻ പിള്ള ഒരു സംഖ്യയായിരുന്നു, ട്രൗസറൊക്കെ ഇട്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇതും കൂടിയൊക്കെ പറഞ്ഞു വരാറുള്ളത്. അത് ഇത്തവണ പ്രചരണ വിഭാഗത്തിന്റെ ചുമതലയൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷൻ. അതെ. അപ്പോൾ ഹസനെയും കൂടി ഈ മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പും സമാനമായ ഒരു തസ്തിക KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിനെ താൽക്കാലികമായിട്ട് അവരോധിച്ചിട്ടുണ്ട്. അക്കാലം എല്ലാവരും ഓർക്കുന്നത് അദ്ദേഹം ഈ സ്റ്റേജിൽ വന്ദേമാതരം പാടരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നത് കൊണ്ടാണ്. അതിനോടൊരിക്കൽ സുഗതകുമാരി പ്രതിഷേധിച്ച് നിലപാടെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഹസനെ പോലൊരാൾ അങ്ങനെ നിലപാടെടുക്കുന്ന ഞാൻ മുമ്പൊന്നും കരുതിയിരുന്നില്ല. അതെന്തുകൊണ്ടാണ് ഹസൻ അങ്ങനെ ചെയ്തത്? കാരണം കോൺഗ്രസ്സുകാർ ഈ സുഡാപ്പികളെ പോലെയോ PFIക്കാരെ പോലെയോ ലീഗുകാരെ പോലുമോ അങ്ങനെയൊന്നും പെരുമാറേണ്ട ആളുകളല്ല. അവർ ദേശീയ മുസ്ലിങ്ങളാണല്ലോ. ഇപ്പം പഴയ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെയൊക്കെ പൈതൃകം പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന അത്തരം ആളുകളാണ്. വളരെ പുരോഗമനപരമായ നിലപാടുകളൊക്കെയാണ് മാപ്പിള ലഹളക്കാലത്ത് പോലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വീകരിച്ചിരുന്നത്. KP കേശവമേനോനെയൊക്കെ കണ്ട് അന്നത്തെ ഈ തീവ്രവാദികളായ ആലി മുസ്ലിയാർ ഇത്തരം ആളുകളെയൊക്കെ കണ്ട് ശാന്തരാക്കാനൊക്കെ നടന്ന ആളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കോൺഗ്രസ് പാരമ്പര്യം ദേശീയ മുസ്ലിങ്ങളുടെയൊക്കെ അങ്ങനെയാണ്. അത് ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹമൊക്കെ ശരിക്കും ഒരു പ്രകാശഗോപുരമാണ് അത്തരം കാര്യങ്ങളിലൊക്കെ. ഈ പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുന്ന സ്ത്രീ വിദ്യാഭ്യാസം അങ്ങനെ. പക്ഷെ ഹസൻ എന്തിനാണ് ഈ സമസ്തയുടെ ജിഫ്രി തങ്ങളിനെ പോലെയൊക്കെ പെരുമാറുന്നത്, കാന്തപുരത്തിനെ പോലെയൊക്കെ എങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. അങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ടായിരിക്കും ഈ സ്ഥാനവും, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഹസൻ കുറച്ചുകൂടി തീവ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള ഇത്തരം മൊല്ലാക്കന്മാരെയൊക്കെ ബോധിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ പല ആളുകൾ ഉദാഹരണത്തിന് പത്മജയ്ക്ക് കുറി തൊടാൻ കോൺഗ്രസിലെ അവകാശം പേടിയായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അവർക്കിപ്പോൾ സ്വതന്ത്രമായിട്ട് പൊങ്കാല ഇടാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് പത്മജയ്ക്ക്. അടുത്ത ആറ്റുകാൽ പൊങ്കാല അവരിടുന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനൊന്നും അനുവാദം ഉണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത്, ഫത്വയായിരുന്നു അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണല്ലോ കാസർഗോഡ് ഇയാൾ പൊട്ടു തൊടാതെ നടക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ മുമ്പ് ഒരു കറുത്ത കുറി ട്രേഡ് മാർക്കായിരുന്നു. 19 വരെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു കുറി ഉണ്ടാവും. ഒരു കറുത്ത കുറി ഉണ്ടായിരുന്നു. അദ്ദേഹം പല ആളുകളും വീടിൻ്റെ അകത്ത് ആഭിചാരക്രിയകൾ നടത്തി പലതും കുഴിച്ചിടുന്നുണ്ട് എന്നൊക്കെ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് സ്ഥാനം കിട്ടാതിരിക്കാൻ. അങ്ങനെ എന്തോ ഒരെണ്ണം BM സുധീരൻ്റെ വീട്ടുവളപ്പിലും ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ കാലത്ത്. ഇതൊക്കെ ആരാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഈ ചാത്തൻ പരിപാടികൾ. എന്തായാലും ഹസൻ്റെ ഈ നിലപാട് അങ്ങനെ കാണിക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ CPM എടുത്തിട്ടുള്ള നിലപാടുമൊക്കെ ആയിട്ട് സാദൃശ്യമുള്ളതാണ്. കാരണം ഈ സുഡാപ്പികളെയും PFIക്കാരെയും വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ തീവ്രമായ രീതികളോട് യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ ഹസൻ ആ കാലത്ത് കാണിച്ചത്. ആ കാരണത്താലായിരിക്കും ഇത്തവണയും ഹസനെ കൊണ്ട് ഈ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഹസൻ വേണമല്ലോ അവരുമായിട്ട് ഇടനില വല്ലതും വേണമെങ്കിൽ. പലതരത്തിലാണല്ലോ ഇടനില, സാമ്പത്തികമാകാം, അല്ലാത്തതാകാം. സ്ഥാനങ്ങളൊന്നും കോൺഗ്രസിന് കൊടുക്കാൻ ഇല്ലല്ലോ, കാരണം ഭരണമില്ലല്ലോ തൽക്കാലം. അപ്പോൾ എന്തെങ്കിലും കച്ചവടമൊക്കെ നടത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹസനെ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് കാണണം. പിന്നെ ഈ ഒരുപാട് മുസ്ലിം പ്രീണനത്തിൻ്റെ കഥകൾ പലരും ഇപ്പോൾ പറയുന്നതൊക്കെ ഉണ്ട്. നമ്മുടെ MESൻ്റെ ഫസൽ ഗഫൂർ അടുത്ത കാലത്തൊരു പ്രഭാഷണത്തിൽ ധാരാളം
കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തു കൊടുത്തത് വിവരിക്കുകയുണ്ടായി. ഉറുദു ദേശീയ ഭാഷ ആക്കി. ആർട്ടിക്കിൾ 370 മറ്റേ കശ്മീരിന് ബാധകമാക്കി. ന്യൂനപക്ഷ പദവി മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുത്തു. സംവരണം നടപ്പാക്കി. അദ്ദേഹം പറയാത്ത ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട്. മൻമോഹൻ സിംഗിൻ്റെ അവസാന കാലത്ത് 2013 123 163 വഖഫ് സ്വത്തുക്കൾ പ്രൈം പ്രോപ്പർട്ടീസ് ഡൽഹിയിൽ മറ്റേ കോൺഗ്രസ് വഖഫിന് കൊടുത്തു. മറ്റേ പ്രോപ്പർട്ടീസ് വഖഫ് സ്വത്തുക്കളായിട്ട് അവർക്ക് കൊടുത്തു. ഇപ്പോഴും പല സ്ഥലത്തും പിന്നെ വർഗീയതയുടെ ഒരു കമ്മ്യൂണൽ ഒരു നിയമം കൊണ്ടുവന്നിട്ട്, വർഗീയത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിനെതിരെ നടത്തുന്ന ഒന്നും വർഗീയതയല്ല, ന്യൂനപക്ഷത്തിന് എതിരെ നടക്കുന്നത് മാത്രമേ വർഗീയതയാവുള്ളൂ, അതും SC/ST ഒക്കെ ആണെങ്കിലൊക്കെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബില്ലൊക്കെ കൊണ്ടുവന്ന് അവസാനം പാസ്സാക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. അത് പിന്നെ ഈ മാപ്പിള ലഹള കാലം മുതൽ ഇവരിത് തുടരുന്നുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ്സിന് സത്യത്തിൽ മലബാറിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് ഈ ജനങ്ങൾക്കിടയിൽ. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ട സ്ഥലത്താണ് അരാജകവാദികളായിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകൾ 1957 ജയിക്കുന്നതിൻ്റെ പശ്ചാത്തലമൊക്കെ ആയിട്ട് വരുന്നത്. മാപ്പിള ലഹളക്കാലത്ത് ഇന്ന് ഞാൻ ഈ സവർക്കറെ പറ്റി ജാനകി ബാഖ്ലെ എഴുതിയ ഒരു പുസ്തകം സവർക്കർ ആൻഡ് മേക്കിംഗ് ഓഫ് ദ ഹിന്ദുത്വ അതിൽ വെച്ച് വായിക്കുമ്പോഴാണ് ഇന്ന് പുതിയൊരു വിവരം വായിച്ചത്. തുർക്കി സുൽത്താൻ ആയിട്ട് മറ്റേ ലോകയുദ്ധത്തിന് ശേഷം പുറത്താക്കപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമൻ്റെ മകളും പിന്നെ ഹൈദരാബാദിലെ നൈസാമിൻ്റെ മകനും തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ടെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പുതിയ വിവരമായിരുന്നു, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയുമായിട്ട് അവിടെ ഖലീഫയായി ജീവിച്ചിരുന്ന തുർക്കി സുൽത്താൻ അയാളാണ് ഖലീഫ. അയാൾക്ക് ഖലീഫയാകാനായിട്ട് ഒരു അർഹതയോ യോഗ്യതയോ ഉണ്ടായിരുന്നില്ല എന്ന് പല മുസ്ലിങ്ങൾക്കും അക്കാലത്ത് കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അയാൾക്ക് നബിയുടെ പാരമ്പര്യം ഇല്ല. തുർക്കിയിലിരിക്കുന്ന ഒരാൾക്ക് എന്ത് നബി പാരമ്പര്യമാണ്? അതുകൊണ്ട് അയാൾക്ക് സുൽത്താൻ ആയിരിക്കാൻ വഴിയില്ല. ആകെ അയാൾ അതിന് ക്ലെയിം ഉന്നയിച്ചത് ഈ വിശുദ്ധ സ്ഥലങ്ങൾ മക്ക, കാബ, അതൊക്കെ അയാളുടെ അധീനതയിലെ ആയിരുന്നു, അയാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഖലീഫ എന്ന് ഭാവിക്കുക മാത്രമാണ് അയാൾ ചെയ്തത്. എന്തോ ആകട്ടെ, അവിടുത്തെ ആ ഖലീഫയായിട്ട് ഭാവിച്ച ആളുടെ കുടുംബമായിട്ട് ഇവിടെ ഹൈദരാബാദിലെ നൈസാമിന് വിവാഹ ബന്ധം ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കാനായിട്ട് അലി സഹോദരന്മാർ ഈ മാപ്പിള ലഹളയുടെ കാലത്തൊക്കെ ഖിലാഫത്തിൻ്റെ കൂടെ ഗാന്ധിയൊക്കെ കൂട്ടിക്കെട്ടി അവർ പ്രേരിപ്പിച്ചതായിട്ടുമൊക്കെ രേഖകളുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരു പ്രീണനത്തിൻ്റെ പശ്ചാത്തലം ഭീകരമായിട്ട് അവർക്കുണ്ട്. സത്യത്തിൽ പ്രീണനം തന്നെയാണല്ലോ ദേശീയ രാഷ്ട്രീയത്തിൽ അവരെ ഇല്ലാതാക്കിയത്. അതെ, അത് ഞാനിപ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റിയും പറയുന്നതാണ്. കാരണം അക്കാലത്ത് ഗാന്ധി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ചൗരി ചൗര സംഭവത്തിന് ശേഷം 19 പോലീസുകാരെ കൊലപ്പെടുത്തിയ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്ന അങ്ങനെയാണ് 1922. പിന്നീട് 6 കൊല്ലം ഗാന്ധിയെ ജയിലിലടച്ചു. അക്കാലത്താണ് സവർക്കർ അദ്ദേഹത്തിന് ജയിലിൽ തന്നെയൊക്കെ ആണെങ്കിലും സവർക്കർ കുറച്ചുകൂടി പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്നത്. ഗാന്ധി മുസ്ലിം പ്രീണനായിട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പിള എന്ന് പറഞ്ഞൊരു നോവൽ എഴുതുന്നു. മാപ്പിള ലഹളയാണ് അദ്ദേഹത്തിന് ഈ ഹിന്ദു മഹാസഭ ഇങ്ങനെ പല സംഗതികൾക്കും പ്രേരിപ്പിച്ചിട്ടുള്ളതൊക്കെ. ഈ മറാത്തിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള മാപ്പിള ലഹളയെ പറ്റിയിട്ടുള്ള ലേഖനങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ഞാനിപ്പോൾ ഈ വായിക്കുന്ന പുസ്തകം മറാത്തി എന്നുള്ള ആ ലേഖനങ്ങളുടെ പരിഭാഷകൾ പോലും ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെയാണ് സത്യത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ ഇവരുടെ കോൺഗ്രസിൻ്റെ തന്നെ എന്താ പറയുക പരാജയത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ഹിന്ദുത്വ. ഹിന്ദുക്കളെ അകറ്റുന്നു കോൺഗ്രസ്. ഇപ്പം പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നു, കുറി തൊടാൻ എനിക്ക് ഭയമായിരുന്നു, ചന്ദനക്കുറി.
രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെറ്റിയിൽ നിന്ന് കുറിമായിരുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് കോൺഗ്രസ് ഹിന്ദു വിരുദ്ധമാണ്. കോൺഗ്രസ് ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുസ്ലിം പ്രീണനം കാരണം ഹിന്ദു വിരുദ്ധമാണ്. അവരാരും ഈ മുസ്ലിങ്ങളാരും അവരുടെ ചര്യകൾ വിടുന്നുണ്ടോ ഹിന്ദുക്കൾക്ക് വേണ്ടി? ഇല്ലല്ലോ, വിടുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അതിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ലല്ലോ. അവർ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ഇതൊന്നും അങ്ങനെയാണല്ലോ മൊല്ലാക്കമാർ പറയുന്നത്. ഇപ്പോൾ ജിഫ്രി തങ്ങളൊരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറിയപ്പോൾ തന്നെ അതിനെയൊന്നും വിമർശിക്കുന്നില്ലല്ലോ ഇവർ. ഇത്തരം കാര്യങ്ങൾ ഇപ്പം നിലവിളക്ക് കൊളുത്തുന്ന കാര്യങ്ങൾ മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബ് 2015 നിലവിളക്ക് കൊളുത്താൻ സമ്മതിച്ചു. അബ്ദുൾ സമദ് സമദാനി എന്തോ ഒരു കുരിശ് കണ്ട സാധാരണ പോലെ ഈ നിലവിളക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആ ആക്ഷൻ ഞാൻ എപ്പോഴും വീഡിയോയിൽ കണ്ടത് ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് സമദാനി നിലവിളക്കിനോട് പെരുമാറിയത്. പക്ഷെ മമ്മൂട്ടിക്ക് അതിൽ വിരോധമില്ല. നിലവിളക്ക് കൊളുത്തുന്നതിലുമൊക്കെ ഒരു പ്രകാശമാണല്ലോ വിളക്കിൽ നിന്ന് വരുന്നത്. അതിൽ ഹിന്ദു ആചാരത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ഒരു വിളക്ക് കൊളുത്തുന്നത്. ഇരുട്ടിലെപ്പോഴും വിളക്ക് കൊളുത്തുന്നതാണല്ലോ. ഇന്നലെ എന്നോടൊരു മുതിർന്ന പത്രപ്രവർത്തകൻ പറയുകയായിരുന്നു, അതായത് എപ്പോഴും ഹിന്ദു ആചാരങ്ങളിൽ തമസോ മാ ജ്യോതിർഗമയ എന്നൊക്കെയാണല്ലോ പറയുന്നത്. നമ്മളെപ്പോഴും നിലവിളക്ക് കൊളുത്താറുണ്ട്. നമ്മൾ ഈ പ്രഭാതയാമം ഇല്ലേ, അതിന് വലിയ വിലയാണ്. നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് പുലർച്ചെ സൂര്യൻ്റെ വെളിച്ചമൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങുമ്പോഴൊക്കെയാണ് ഹിന്ദു ചര്യകളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ നോക്കൂ, അദ്ദേഹം പറയുമായിരുന്നു മുഴുവൻ ഇരുട്ടിലും കൂരിരുട്ടിലും ഒളിവിലുമായിരുന്നു. ഇരുളിൻ്റെ പ്രത്യയശാസ്ത്രമാണത് എന്ന് പറഞ്ഞതുപോലെ അതിഭീകരമായ അന്ധത നിലനിൽക്കുന്നൊരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അടുത്ത കാലത്ത് അൺവെയിൽഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ കുടുംബാംഗമായ ഒരു സ്ത്രീ എഴുതിയത് വായിക്കുകയുണ്ടായി. 5 നേരം പ്രാർത്ഥന, അതിൽ പഠിപ്പിക്കുന്നത് മുഴുവൻ അന്യമതങ്ങളെ വെറുക്കാനാണെന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഈ കമ്മ്യൂണിസവും മാർക്സിസവും ഇസ്ലാമും തമ്മിൽ നല്ല ബന്ധമുണ്ട്. രണ്ടും സാർവദേശീയതയാണ് പറയുന്നത്. ദേശീയത എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശിവപ്രതിഷ്ഠ നടത്തിയിട്ടും ഗുരുവിനെയൊക്കെ മാർക്സിസ്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഒരു വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും ആവശ്യം കെ കരുണാകരനെ പോലത്തെ ഒരു നേതാവിന് അല്ലേ കോൺഗ്രസിന് ആവശ്യം? കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. ഒരു ഹിന്ദു ആണെന്ന് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും മടിയില്ല. കോൺഗ്രസിന് വേണ്ടതും ദേശീയ രാഷ്ട്രീയത്തിൽ അതുപോലുള്ള ഒരു നേതാവിനെയല്ലേ? കരുണാകരൻ ദേശീയവാദിയായിരുന്നു. അദ്ദേഹം വിശ്വാസത്തിനെ മുറുകെ പിടിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ യാത്രകൾ തന്നെ വ്യക്തമാണ്. പക്ഷെ ഗുരുവായൂരിനെയും കൂടി സ്റ്റേറ്റിലേക്ക് ക്ഷേത്രത്തിനെയും കൂടി എടുപ്പിച്ച ഒരു പാതകം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ 25 കോടി രൂപ അക്കാലത്ത് കൊടുത്തതും പിണറായിയുടെ കാലത്ത് 10 കോടിയൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നതും അന്നും തിരിച്ചു കിട്ടിയിട്ടുമില്ല. പക്ഷെ അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങൾ ആ കാലത്തൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് പൂജാമുറിയിലേക്ക് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന് അക്കാര്യത്തിൽ സനാതനിയായ ഗാന്ധി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാതൃക. ഗാന്ധിയെ നോക്കിയാൽ മതിയല്ലോ ഈ കോൺഗ്രസ്സുകാർ. എന്തുകൊണ്ടാണ് MMSന് ഗാന്ധിയെ മാതൃകയാക്കാൻ പറ്റാത്തത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മുസ്ലിം പ്രീണനത്തിൻ്റെ കാര്യത്തിൽ മാതൃകയാക്കാമെങ്കിലും മറ്റു കാര്യങ്ങളിലും ആകാമല്ലോ. പക്ഷെ ഗാന്ധിയിൽ നിന്ന് ഇവരാകെ എടുത്തിരിക്കുന്നത് ഈ മുസ്ലിം പ്രീണനമാണ്. മറ്റേ ഇയാളും സുധാകരനും അങ്ങനെയാണ് ചെയ്യുന്നത്. സുധാകരനിലൊന്നും ഈ ഹിന്ദുത്വ സ്പർശമൊന്നും സാധാരണഗതിയിൽ കാണാറില്ല. ക്ഷേത്രങ്ങളിൽ പോവുകയോ വിശ്വാസത്തിൻ്റെതായ VD സതീശൻ്റെ കാര്യത്തിലും അങ്ങനെയൊന്നും കാണാറില്ല. ഇവരൊക്കെ സത്യത്തിൽ ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം, അത് കൾച്ചറൽ നാഷണലിസം എന്നാണ് പറയുക. BJPയുടെ ഒക്കെ ദീൻ ദയാൽ ഉപാധ്യായ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനെ അവർ പേടിക്കുന്നു, അതിൻ്റെ കുതിച്ച് കയറ്റത്തിന് പേടിക്കുന്നു. അങ്ങനെ പേടിക്കുമ്പോൾ
അവർ പകരം വെച്ച് നോക്കുന്നതാണ് മുസ്ലിം പ്രീണനം. അത് അവരെ പടുകുഴിയിൽ ആഴ്ത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു, അവർ മാറട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.